ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറപ്റ്റായ SD കാർഡ് നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇതേമാതിരി SD കാർഡ് എറർ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസൊന്നും ഫോൺ സ്റ്റോറേജിലുള്ള ഫയൽസൊന്നും SD കാർഡിലേക്ക് കോപ്പിയോ മൂവ് ചെയ്യാനോ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ SD കാർഡ് കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് റീപെയർ ചെയ്യാൻ പറ്റും. അപ്പം മിക്കവാറും ആൾക്കാരും ഇങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടുവച്ചാൽ SD കാർഡ് കേടുവന്നു വിചാരിച്ചിട്ട് SD കാർഡ് കളയും. അപ്പോൾ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈസിയാണ്. നമുക്കിതിനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമൊന്നും വേണ്ട, നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായി നിങ്ങൾ ആദ്യം സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ. അതിനുശേഷം അവിടെ നിങ്ങൾ സ്റ്റോറേജ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റോറേജ് എന്ന്, മുകളിൽ ഫോൺ സ്റ്റോറേജ്, പിന്നെ താഴേക്ക് പോയ SD കാർഡ് എന്ന് കാണാം. അപ്പോൾ എൻ്റെ റിയൽമി 3 Proയിൽ ഇങ്ങനെയാണ്, നിങ്ങളുടെ ഫോണിലൊക്കെ ചിലപ്പോൾ വേറെ മാതിരി ആയിരിക്കും. അപ്പോൾ SD കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് SD കാർഡ് എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഫോർമാറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ SD കാർഡിലുള്ള എല്ലാ ഫയൽസും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിന് ശേഷം ഫോർമാറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് ചെയ്താൽ പ്രശ്നം മാറും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലുള്ള വീഡിയോസിനെ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.